لله نحمد الله ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أيها الناس اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واعبدوا الله ولا تشركوا به شيئا وبالوالدين إحسانا وبذي القربى واليتامى والمساكين والجار ذي القربى والجار الجنب والصاحب بالجنب وابن السبيل وما ملكت أيمانكم إن الله لا يحب من كان مختالا فخورا الذين يبخلون ويأمرون الناس بالبخل ويكتمون ما آتاهم الله من فضله وأعتدنا للكافرين عذابا مهينا സഹോദര സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി വസിയത്ത് ചെയ്യുന്നു. സൂറത്തുൻ നിസായിലെ 2 ആയത്തുകളാണ് ഞാൻ കേൾപ്പിച്ചത്. ഇതിനു മുമ്പ് ഒരു ഖുത്ബയിൽ ഇതിൻ്റെ ചില വശങ്ങൾ വിവരിച്ചിട്ടുണ്ടായിരുന്നു. അത് ഓർക്കുന്നവർക്ക് ആവർത്തന വിരസത ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്നാലും അന്ന് വിവരിച്ചതല്ലാത്ത ചില വശങ്ങൾ വിവരിക്കുവാനാണ് ആഗ്രഹിക്കുന്നത്. അള്ളാഹുവിന് ഭയപ്പെടണം. ഭയപ്പെടുന്നതിൽ മറ്റാരെയും പങ്കുചേർക്കരുത്. അള്ളാഹുവിന് മാത്രമേ ഭയപ്പെടാവൂ. മാതാപിതാക്കൾക്ക് നല്ലത് ചെയ്തു കൊടുക്കണം. മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം. നല്ല നിലയിൽ പെരുമാറണം. നല്ല നിലയിൽ സംസാരിക്കണം. സന്തോഷിപ്പിക്കുന്ന രീതിയിലായിരിക്കണം പെരുമാറ്റങ്ങളൊക്കെ. അവരാരായാലും അവരെ വേദനിപ്പിക്കരുത്. നിങ്ങളോട് യോജിപ്പുള്ളവരായാലും വിയോജിപ്പുള്ളവരായാലും, നിങ്ങളുടെ വിശ്വാസം അംഗീകരിക്കുന്നവരായാലും അതിനെ എതിർക്കുന്നവരായാലും, നിങ്ങളുടെ ചേരിയിൽ നിന്ന് മാറി എതിർ ചേരിയിൽ നിലനിൽക്കുന്നവരായാലും നിലയുറപ്പിക്കുന്നവരായാലും, നിങ്ങളുടെ ഉമ്മയും ഉപ്പയുമാണ്. അതുകൊണ്ട് അവരെ നല്ല നിലയിലായിരിക്കണം നിങ്ങൾ കാണേണ്ടത്.
അവർക്ക് മാത്രം പോരാ ആ നല്ല നിലയിലുള്ള ബന്ധം. ഒബിദിൽ ഖുർബ, നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊക്കെ നല്ല നിലയിൽ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് കഴിയണം. ഒരു യഥാമ, നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടവരല്ലെങ്കിലും നാഥനില്ലാതെ കഴിഞ്ഞുകൂടുന്നവരെയും ആ പരിഗണനയോടുകൂടി തന്നെ ആയിരിക്കണം നിങ്ങളുടെ ബന്ധം. അവർക്ക് നാഥനില്ല, രക്ഷിക്കാൻ ആളില്ല. സാധാരണഗതിയിൽ രക്ഷിക്കുന്നവർ നേർക്കുനേരെ രക്ഷിതാക്കളായ പിതാവായിരിക്കാം, മാതാവായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളൊക്കെ ആയിരിക്കാം, പിതാമഹന്മാർ. പക്ഷെ അവർ മാത്രമല്ല, രക്ഷിക്കുവാൻ ആളില്ലാതെ നിങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നുപെട്ടാൽ, പ്രായമെത്തിയിട്ടില്ലാത്ത ഒരു കുട്ടി വന്നുപെട്ടാൽ നിങ്ങളുടെ ദൃഷ്ടിയിൽ ആ കുട്ടി ഒരു അനാഥനാണ്. ആ അനാഥനോടും നല്ല നിലയിലായിരിക്കണം നിങ്ങളുടെ പെരുമാറ്റം. നമ്മൾ മനസ്സിലാക്കിയ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട അനാഥരായാലും ഉണ്ടോ ഇല്ലേ എന്നറിയാത്ത, തൽക്കാലം സംരക്ഷിക്കുവാൻ ആരുമില്ലാത്ത അവസ്ഥയിൽ നിങ്ങളുടെ മുമ്പിൽ വന്നുപെട്ടാൽ അവരോടുള്ള നിങ്ങളുടെ പെരുമാറ്റം നല്ല നിലയിലായിരിക്കും. വൽ മസാക്കീൻ, ഗതിയില്ലാതെ കഴിഞ്ഞുകൂടുന്നവരുണ്ടല്ലോ, ഉപജീവനത്തിന് മാർഗമില്ലാതെ, ജീവിച്ചു പോകാൻ നിവൃത്തിയില്ലാതെ പ്രയാസപ്പെടുന്ന ആളുകൾ, മിസ്കീന്മാർ. അതേപോലെ വൽ ജാരിദിൽ ഖുർബ, നിങ്ങളുടെ ബന്ധുക്കളുടെ കൂട്ടത്തിൽപ്പെട്ട അയൽവാസികൾ. സാധാരണ എങ്ങനെ ആയിരിക്കും എന്നതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കാൻ ഒരുപക്ഷെ കാരണമായി തീർന്നു. സാധാരണഗതിയിൽ അയൽവാസികൾ സ്വന്തം കുടുംബത്തിൽപ്പെട്ടവർ തന്നെയായിരിക്കാം. ഇപ്പോഴേതായാലും അത് വേഗം മനസ്സിലാവും. കുറച്ച് സ്ഥലമുണ്ട്, അവിടെ മാതാപിതാക്കളുടെ സ്ഥലമായിരുന്നു. മക്കൾ കുറച്ചധികം ഉണ്ടായപ്പോൾ ആ സ്ഥലത്ത് തന്നെ പല പല വീടുകളും ഉണ്ടാക്കി അങ്ങനെ അയൽവാസികളാകാനാണ് സാധ്യത എന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത്. ഇപ്പോഴങ്ങനെയാണ് അധിക സ്ഥലങ്ങളിലും ഉള്ളത്. അങ്ങനെയാണ് എന്ന് മാത്രമല്ല, അങ്ങനെ ആകുന്നത് നല്ലതാണ് എന്നും ചിലപ്പോഴൊക്കെ തോന്നും, ചിലപ്പോഴൊക്കെ നല്ലതല്ല എന്നും തോന്നും. കുറച്ചകന്നു പോകലാണ് നല്ലത്. എന്നാൽ ബന്ധം വഷളാകുന്നത് കൊണ്ടാണ് അങ്ങനെ. ബന്ധം വഷളാകാനുള്ള കാരണം അതിപ്പോൾ വിവരിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് മറ്റൊരു ഖുതുബയിൽ അല്ലാഹു തൗഫീഖ് ചെയ്തെങ്കിൽ വിശദീകരിക്കും. വൽ ജാരിൽ ജുനുബി, നിങ്ങളുടെ ബന്ധുക്കളിൽപ്പെട്ടവരല്ലെങ്കിൽ പോലും അയൽവാസികളാണെങ്കിൽ, അന്യ അയൽവാസികൾ, അന്യരായ അയൽവാസികൾ, ബന്ധുക്കളായ സ്വന്തക്കാരായ അയൽവാസികൾ. സ്വന്തക്കാരായ അയൽവാസികളാണെങ്കിലും അന്യരായ അയൽവാസികളാണെങ്കിലും അവരോടും നിങ്ങൾ നല്ല നിലയിലാണ് വർത്തിക്കേണ്ടത്. മാതാപിതാക്കളോട് എങ്ങനെയാണോ, ബന്ധുമിത്രാദികളോട് എങ്ങനെയാണോ, അനാഥകളോടും അഗതികളോടും നിങ്ങൾ എങ്ങനെയാണോ വർത്തിക്കേണ്ടത്, അങ്ങനെയാണ് നിങ്ങളുടെ ബന്ധുക്കളായ അയൽക്കാരോടും അന്യരായ അയൽക്കാരോടും നിങ്ങൾ വർത്തിക്കേണ്ടത്. ഓ സാഹിബി ബിൽ ജംബി, അതിനപ്പുറം നിങ്ങളുടെ കൂടെ സഹവസിക്കുന്ന സ്നേഹിതന്മാർ, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളോടൊപ്പം പണിയെടുക്കുന്നവരാകാം, അതല്ലെങ്കിൽ നിങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നവരാകാം, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊതുസ്ഥാപനത്തിൽ നിങ്ങൾ ഒന്നിച്ച് ഒത്തുചേർന്നവരാകാം, ഒരു സാംസ്കാരിക ഗേഹത്തിലോ ക്ലബിലോ ഒത്തുചേരുന്ന ഒന്നിച്ചു കൂടുന്നവരാകാം. അങ്ങനെ നിങ്ങൾ എപ്പോഴെങ്കിലുമൊക്കെ ഇടയ്ക്ക് കണ്ടുമുട്ടിക്കൊണ്ട് ഒപ്പമിരുന്ന് പലതും കൈകാര്യം ചെയ്യുന്ന ആ രീതിയിലുള്ള ബന്ധമുള്ളവരാണെങ്കിലും
അവരോടും നിങ്ങൾ നല്ല നിലയിലാണ് വർത്തിക്കേണ്ടത്. അവർക്ക് നിങ്ങളെക്കുറിച്ച് മോശമായ അഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു പെരുമാറ്റവും ഉണ്ടാകരുത് എന്ന് സാരം. ഒബിന് സബീലി എല്ലാം നഷ്ടപ്പെട്ട് ഒരുപക്ഷെ വഴിയാധാരമായി മാറിയ, നാട്ടിൽ പലതുമുണ്ടാകാം, പക്ഷേ ആ നാട്ടിൽ നിന്ന് ഓടിയകന്ന് പോരേണ്ടി വന്ന ദുർഗതിക്കാരായ വഴിയോരങ്ങളിലെ ആളുകൾ അല്ലെങ്കിൽ വഴിയുടെ മക്കൾ, അവരോടാണെങ്കിലും നിങ്ങൾ ഇടപെടുമ്പോൾ നല്ല നിലയിലായിരിക്കണം നിങ്ങളുടെ ബന്ധം. ഒമാ മലക്കത്ത് അയ്മാനക്കും, അതിനേക്കാളെല്ലാം ഉപരി ഏതോ ഒരു നിയമത്തിന്റെയോ നിർബന്ധിത സാഹചര്യത്തിന്റെയോ കാരണത്താൽ നിങ്ങളുടെ കീഴിൽ നിങ്ങളുടെ ജീവനക്കാരായി വന്നിട്ടുള്ള ആളുകൾ, അവരെക്കുറിച്ച് അടിമകളെന്ന് പറയാം, കീഴ് ജീവനക്കാരെന്ന് പറയാം, നമ്മുടെ തന്നെ സംരക്ഷണത്തിൽ കഴിയേണ്ടി വന്നിട്ടുള്ളവർ, അവരോടും നിങ്ങളുടെ പെരുമാറ്റം ഇഹ്സാനോടുകൂടിയായിരിക്കണം. നിങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ തൊട്ട് നിങ്ങളോട് എപ്പോഴും ഇടപഴകി ജീവിക്കുന്ന, അവസാനം നിങ്ങളുടെ കീഴിൽ നിങ്ങളുടെ ഔദാര്യത്തിന് കൈനീട്ടി നിൽക്കുന്ന നിങ്ങളുടെ കീഴ് ജീവനക്കാരായ അടിമകളോടും അടിയാർത്ഥികളോടുമൊക്കെയുള്ള നിങ്ങളുടെ ബന്ധം ഒരുപോലെ ആയിരിക്കണം. ഉമ്മയോടുള്ള ബന്ധം പോലെ ഉപ്പയോടുള്ള ബന്ധം പോലെ, അതേപോലെ മറ്റ് ഒരുപാട് ആളുകളെ എണ്ണിപ്പറഞ്ഞല്ലോ, അവരോടൊക്കെയുള്ള ബന്ധം പോലെ, നിങ്ങളുടെ സ്ഥാപനത്തിൽ നിങ്ങളുടെ ശമ്പളം പറ്റി ജീവിക്കുന്ന, നിങ്ങൾ ചെലവിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കീഴ് ജീവനക്കാർ, അതിലേറെ ജീവിതാന്ത്യം വരെ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യാൻ എഗ്രിമെന്റ് കരാറിലേർപ്പെട്ടിട്ടുള്ള ആളുകൾ, അവരായിരുന്നല്ലോ പഴയ കാലത്ത് അടിമകൾ എന്ന് നമ്മൾ പറഞ്ഞത്. ഇസ്ലാം അതിനെ നിരോധിച്ചുവെങ്കിലും, ഇസ്ലാം ആ പേര് പറയുന്നത് പോലും തടഞ്ഞുവെങ്കിലും, അങ്ങനെ ഒരു വിഭാഗത്തിന് നിലനിൽക്കുവാനുള്ള ഒരു സൗകര്യവും ചെയ്തു കൊടുക്കാതെ മനുഷ്യ സമൂഹത്തിലെ ആ വിഭാഗത്തെ മോചിപ്പിച്ചെടുത്തുവെങ്കിലും, ആ കാലഘട്ടത്തിൽ ഖുർആനിന്റെ അവതരണ കാലത്ത് അങ്ങനെ ഒരു കൂട്ടരുണ്ടായിരുന്നല്ലോ. അള്ളാന്റെ റസൂല് അതങ്ങട്ട് ഇല്ലാതാക്കി. പക്ഷെ അതില്ലാതാക്കി എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്താണ് എന്ന് കരുതി ജീവിച്ചു പോരുന്ന നമ്മൾ പോലും മനസ്സിലാക്കേണ്ടത്. അത് എബ്രഹാം ലിങ്കന്റെ കാലത്ത് അദ്ദേഹം നിരോധിച്ചു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഞാനത് ചില ഖുതുബയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. അള്ളാന്റെ റസൂൽ അത് നിരോധിച്ചു. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. പക്ഷെ നിരോധിച്ചത് ആ സമ്പ്രദായം അങ്ങനെ എടുത്തു കളഞ്ഞുകൊണ്ടല്ല, അവരെ മനുഷ്യരായി ഉയർത്തിയെടുത്തുകൊണ്ടാണ്. ഉടമ അടിമ എന്ന് പറയുന്ന സംവിധാനമാണ് ഒഴിവാക്കി. അവർ നിങ്ങളുടെ അടിമയല്ല, നിങ്ങൾ അവരുടെ ഉടമയുമല്ല. നിങ്ങൾക്കുടെ ഉടമയിലാണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം പലതും ചെയ്യാമല്ലോ. എന്റെ ഉടമസ്ഥതയിലാണ് എന്റെ വീട്ടിൽ ഞാൻ വളർത്തുന്ന കന്നുകാലികൾ, എന്റെ കൂട്ടിൽ ഞാൻ വളർത്തുന്ന കോഴികൾ. അതുകൊണ്ട് തന്നെ അതിനെ എനിക്ക് പിടിച്ചറക്കാം, അറക്കാൻ കൊടുക്കാം. ആരും ചോദ്യം ചെയ്യില്ല. ആരുടെ മുമ്പിൽ വെച്ചും എനിക്ക് മൂർച്ചയുള്ള ഒരു കത്തി കൊണ്ട് എന്റേത് എന്ന് ഞാൻ വിശ്വസിക്കുന്ന, എന്റേത് എന്ന് നിയമപരമായി എല്ലാവരും അംഗീകരിച്ച ഒരാട്ടിൻകുട്ടിയെ, ഒരാടിനെ എനിക്ക് അറക്കാം. നീ ആടിനെ അറുത്തത് എന്തിനാ എന്ന് ചോദിക്കുന്ന ഒരു നിയമം ഇവിടെ ഉണ്ടാവില്ല. ഇല്ല. ഇപ്പൊ നമ്മൾ ഗോവധം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ? ഉടമയാണെങ്കിൽ അയാൾക്ക് ചെയ്തുകൂടെ? പക്ഷേ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഒരാൾ തന്റെ കീഴ് ജീവനക്കാരായ മാമലക്കത്ത് യമീനിലെ ഒരാളോട് എന്തെങ്കിലും ക്രൂരത കാണിച്ചാൽ പ്രതികാരം ചെയ്യും.
ഒരാൾ തന്റെ അടിമയുടെ കൈ മുറിച്ചാൽ ആ മുറിച്ച യജമാനന്റെ കൈ ഞാൻ മുറിക്കും. അത് ഇസ്ലാമിക നിയമമാണ്. ഒരാൾ തന്റെ അടിമയെ കൊന്നാൽ കൊന്നത് യജമാനനാണെങ്കിൽ ആ യജമാനനായ ഉടമസ്ഥനെ ഇസ്ലാമിക നിയമപ്രകാരം പ്രതികാര നടപടിയെടുത്തുകൊണ്ട് ഖിസാസിലൂടെ കൊല്ലും. ഒരാൾ തന്റെ അടിമയെ ഉടച്ചാൽ ആ യജമാനനെ ഞാൻ ഉടക്കും. അവർക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞത്. ആരോഗ്യം നിലനിൽക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തിരുന്നത്ര കാളകളെ പോത്തിനെയൊക്കെ ചെയ്യുന്നു. പിന്നെ ഉടമാവകാശം. മനുഷ്യന്റെ മേലുള്ള ഉടമാവകാശം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരോധിച്ചു. പക്ഷേ നിരോധിച്ചു എന്ന യാഥാർത്ഥ്യം നമുക്ക് നമ്മുടെ തലയിലേക്ക് കയറിയിട്ടില്ല. നമ്മൾ പിന്നെ അടിമത്വം ഇല്ലാതാക്കിയത് നമ്മുടെ അമേരിക്കൻ ഐക്യനാടുകളിലെ പ്രസിഡന്റായിരുന്ന നല്ലവനായ അബ്രഹാം ലിങ്കനാണ് വിശ്വസിച്ചു. അള്ളാന്റെ റസൂൽ ഈ പറഞ്ഞതും ചെയ്തതൊന്നും നമ്മളെ നിലയിലുണ്ടായില്ല. കാരണം ഇത് ഖിലാഫത്തുൽ റാഷിദക്ക് ശേഷം രാജാക്കന്മാരെ കൈകാര്യം ചെയ്തു പോകുന്ന സാധനല്ലേ. ഖിലാഫത്തുൽ റാഷിദ തകർന്നതോടുകൂടി പിന്നെ ഇസ്ലാം കയ്യിലെടുത്തത് രാജാക്കന്മാരാണ്. പിന്നെ രാജാക്കന്മാരുടെ മൗലയന്മാരുമാണ് അത് കൈകാര്യം ചെയ്തത്. മൗലയന്മാരെന്ന് പറയുമ്പോൾ നിങ്ങൾ വേദനിക്കരുത്. മുസ്ലിംമാരും മൗലയന്മാരും അതായത് പുരോഹിതന്മാരും അവരാണ് കൈകാര്യം ചെയ്തത്. ഇപ്പൊ രാജാക്കന്മാർക്ക് ഒത്ത ഒരു ദീനുൽ ഇസ്ലാമിനെ രാജാക്കന്മാരുടെ മുമ്പിൽ സമർപ്പിക്കുകയും ആ രാജാക്കന്മാരെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും ആ ദീനുൽ ഇസ്ലാമിനെ അവർക്കെതിരില്ലാത്ത ദീനുൽ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുകയാണ് ചെയ്തു. എനിക്കറിയാം നിങ്ങളിൽ പലർക്കും ഞാനീ പറഞ്ഞത് സഹിക്കാൻ കഴിയില്ല. പക്ഷെ ഞാനെന്താ ചെയ്യാ? എനിക്ക് ബോധ്യപ്പെട്ടതല്ലേ പറയാൻ കഴിയും. നിങ്ങൾക്കും അത് ബോധ്യം വരും. ചരിത്രം നിങ്ങൾ ആ കാഴ്ചപ്പാടിലൂടെ വായിച്ചാൽ. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും ആ റസൂലിന്റെ ഖലീഫമാരായ റാഷിദുകളായ ഖലീഫമാരും ലോകത്തിന് മുമ്പിൽ സമർപ്പിച്ച ആ ദീനുൽ ഇസ്ലാമിനെ പൊളിച്ചുകൊണ്ടാണല്ലോ അമീർ മുആവിയ രാജാവായി വിലസിയത്. അമീർ മുആവിയയുടെ മകനിലേക്ക് രാജാധിപത്യം നൽകിയത്, അവന്റെ മകനിലേക്ക് പിന്നെ പോയത്, പിന്നെ അതേപോലെ മർവാനിലേക്ക്, മർവാന്റെ മക്കളിലേക്ക്. ആ മർവാന്റെ മക്കൾ മാറി 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 രാജാക്കന്മാരായി ഭരിച്ചത്. അതല്ലേ ഉമവി സാമ്രാജ്യം. അതിന്റെ ശേഷം അവരെ പരാജയപ്പെടുത്തിക്കൊണ്ട് നിലവിൽ വന്ന രണ്ടാമത്തെ സാമ്രാജ്യം അബ്ബാസി സാമ്രാജ്യം. അതും രാജാക്കന്മാരുടെ സാമ്രാജ്യം. ആ കാലഘട്ടത്തിലാണല്ലോ വിജ്ഞാനം വികസിച്ചു എന്ന് നമ്മൾ പറയുന്നത്. ഒരർത്ഥത്തിൽ അത് ശരിയാണ്. മറ്റൊരർത്ഥത്തിൽ ഖുർആനിൽ നിന്നകന്നുകൊണ്ട്, പ്രവാചക ചര്യയിൽ നിന്നകന്നുകൊണ്ട് വിജ്ഞാനം വികസിച്ചത് ആ കാലഘട്ടത്തിലാണ്. ഒരുപാട് അറിവുകൾ അവർ ലോകത്തിന് സംഭാവന ചെയ്തു. പക്ഷെ ഖുർആനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നില്ല. പ്രവാചക ശിരോമണി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 23 കൊല്ലം നീണ്ടുനിന്ന ആ ജീവിത ചര്യയിലൂടെ ആയിരുന്നില്ല, രാജാക്കന്മാരുടെ ചര്യയിലൂടെയാണ് പഠിച്ചത്. അതുകൊണ്ട് തന്നെ ഇതും അപ്രത്യക്ഷമായി. കാരണം അവർക്കിതാവശ്യമായിരുന്നു. അവർക്കങ്ങനെ അടിച്ചമർത്തുവാൻ അനുവാദമുള്ള ഒരു നിയമവും വേണ്ടിയിരുന്നു. അടിമകളും വേണ്ടിയിരുന്നു, വെള്ളാട്ടിമാരും വേണ്ടിയിരുന്നു. അതുകൊണ്ട് അതങ്ങനെ മറിച്ച് വെച്ചു. ഇത് പറയുമ്പോൾ ഒരു പുതിയ അറിവാണ് എന്ന് കേൾക്കുന്നവർക്ക് തോന്നിപ്പോകും. അല്ല, യജമാനൻ എന്ത് വസ്ത്രമാണോ ധരിച്ചിട്ടുള്ളത് അതേ വസ്ത്രം തന്റെ കീഴ്ജീവനക്കാരനെ ധരിപ്പിക്കണം. ഏത് ഭക്ഷണമാണോ യജമാനൻ കഴിക്കുന്നത് ആ ഭക്ഷണം തന്നെ ആ അദ്ദേഹത്തിന്റെ കീഴ്ജീവനക്കാരൻ, നമ്മൾ പറയുന്ന അടിമയും കഴിക്കണം. ആ യജമാനൻ എന്തെല്ലാം സൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്നുവോ ആ സൗകര്യങ്ങളൊക്കെ ആ അടിമ എന്ന് നമ്മൾ പറയുന്ന കീഴ്ജീവനക്കാരനും ഉണ്ടാകണം. അതാണ് ഇസ്ലാമിന്റെ നിയമം. അതാണ് പ്രവാചകൻ കാണിച്ചെന്ന നിയമം. അതാണ് പ്രവാചകന്റെ അനുയായികളായ
സലഫുസ്സാലിഹികൾ കാണിച്ചെന്ന നിയമം. അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പരിചാരകൻ, ഒരേ വസ്ത്രം, രണ്ടുപേരും ഒരുപോലെ. എന്താണ് ഇങ്ങനെ? അങ്ങനെ ആവണമെന്നാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞത്. അബൂദർ പറയുന്നു, അങ്ങനെ ആവണമെന്നാണ് റസൂൽ. മാ മലക്കത്ത് യമീൻ, നിങ്ങളുടെ വലം കൈ ഉടമയാക്കിയത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കീഴിൽ ജീവിക്കുന്നവർ. ഇഖ്വാനുക്കും ഖവലുക്കും ജഅലഹുമുല്ലാഹു തഹ്ത അയ്ദീക്കും. സഹോദരന്മാരാണ് അവർ, നിങ്ങളുടെ സംരക്ഷണത്തിൽ കഴിയുന്ന സഹോദരന്മാർ. അല്ലാഹു നിങ്ങളുടെ കൈയിന്റെ താഴെയാക്കിയവരെ, നിങ്ങളുടെ സംരക്ഷണത്തിന് കൈനീട്ടേണ്ടി വന്നവരായി. അത്രത്തോളം അല്ലാഹുവിന്റെ റസൂൽ ഉയർത്തി. അതിനേക്കാൾ ഉയർത്തി, കാശ് കൊടുത്ത് വാങ്ങി സ്വതന്ത്രനാക്കി, സാധാരണക്കാരിൽ സാധാരണക്കാരനായി, സാധാരണക്കാരിൽ ഒരുവനായി ജീവിച്ചു പോന്ന നീഗ്രോ അടിമയായിരുന്ന ബിലാൽ, ആ ബിലാലിനെ കാശ് കൊടുത്ത് വാങ്ങി സ്വതന്ത്രനാക്കിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഇസ്ലാമിലെ ഒന്നാം ഖലീഫ, നമ്മുടെ ഭാഷയിലെ ഒന്നാമത്തെ പൗരൻ. ആ പൗരനോടും രണ്ടാമത്തെ പൗരൻ നമ്മുടെ ഭാഷയിൽ. ഇസ്ലാമിൽ അങ്ങനെ ഒന്നാം പൗരൻ രണ്ടാം പൗരനൊന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹുവിനോട്ടും അതാ വരുന്നു എന്റെ ബിലാൽ, ഇരിക്കാൻ ഇടമില്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് അദ്ദേഹത്തിന് ഇരിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞ പ്രവാചകൻ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലല്ലോ. കാരണം നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ, സീറത്തുൻ നബി, കിതാബു സിയർ വൽ മഗാസി, അതാണല്ലോ ആദ്യമായി എഴുതപ്പെട്ട ഗ്രന്ഥങ്ങൾ തന്നെ. പിന്നെയാണ് നമ്മൾ ഈ കണ്ടു കാണപ്പെട്ട എല്ലാ കിതാബുകളും. അതിൽ രേഖപ്പെട്ട് കിടക്കുന്ന ചില രേഖകൾ മറഞ്ഞുപോയി, മാഞ്ഞുപോയി. കാരണം അത് നിലനിന്നാൽ രാജാക്കന്മാർക്കും രാജാക്കന്മാരുടെ ശൃംഖരികൾക്കും നിലനിൽപ്പില്ലാതെ, അതുകൊണ്ടതൊക്കെ മാഞ്ഞുപോയി. ഖുർആൻ ഇവിടെ അവസാനിപ്പിക്കുന്നത് അങ്ങനെയാണ്. നിങ്ങളുടെ കീഴിൽ ജീവനക്കാരായി കഴിഞ്ഞുകൂടേണ്ടി വന്നവരോട്, നിങ്ങൾക്ക് ജന്മം നൽകിയ മാതാപിതാക്കളോട് നിങ്ങളെ എങ്ങനെ ഇഹ്സാനിൽ പെരുമാറുന്നുവോ, എങ്ങനെ നല്ല നിലയിൽ വർത്തിക്കുന്നുവോ, അതേപോലെ അവരോടും നിങ്ങൾ വർത്തിക്കണം. അതാണ് സാമൂഹ്യ ജീവിതത്തിനെ ശുദ്ധീകരിക്കുന്നത്. ഒരു സാമൂഹ്യ ജീവിതം, മനുഷ്യ സമൂഹത്തിന്റെ ജീവിതം സംസ്കരണങ്ങളിലൂടെയാണല്ലോ ശുദ്ധീകരിക്കപ്പെടേണ്ടത്. സംസ്കാരം നഷ്ടപ്പെട്ടു പോയാൽ സമൂഹത്തിന്റെ അസ്തിത്വം നഷ്ടപ്പെട്ടു. സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ അടിത്തറ സദാചാരമാണ്. അതേപോലെ മറ്റൊരു അടിത്തറയാണ് ഉച്ചനീചത്വം ഇല്ലാതിരിക്കുക എന്നത്. ആരും ആരെക്കാളും വലിയവനുമല്ല ചെറിയവനുമല്ല എന്ന മനസ്സിൽ നിന്നാണല്ലോ ഉച്ചനീചത്വം ഇല്ലാതാകുന്നത്. ചരിത്രം രേഖപ്പെടുത്തുന്ന കാലത്തിന്റെ എത്രയോ കോടാനുകോടി വർഷങ്ങൾക്ക് മുമ്പ് നോഹ നബി അലൈഹിസ്സലാം ജീവിച്ചിരുന്ന ആ കാലഘട്ടത്തിൽ മനുഷ്യരിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വം. അല്ല നോഹയെ, നിന്നെ പിൻപറ്റിയത് ഞങ്ങളുടെ കൂട്ടത്തിലെ ഒന്നിനും കൊള്ളരുതാത്ത വളരെ താഴ്ന്നവരായി ഇക്കൂട്ടരാണല്ലോ. ഇപ്പോൾ പേര് പറയാൻ പാടില്ലെങ്കിലും പേര് പറഞ്ഞാൽ സ്റ്റേഷനിലും ജയിലിലും പോകേണ്ടി വരുന്ന ആ പേരുകളുണ്ടല്ലോ, ചാത്തൻ, ചടയൻ, അവരുടെയൊക്കെ കുടുംബപ്പേര്, എന്നാൽ ജാതിപ്പേര്, പറയര്, പാണര്, പിന്നെ ചെറുമക്കള്. അപ്പൊ പറയാൻ പാടില്ല, എഴുതാം, പറയാൻ പാടില്ല. എഴുതി അയാളുടെ ഡീറ്റെയിൽസ് എഴുതി കൊടുക്കുമ്പോ, ബയോഡാറ്റ എഴുതി കൊടുക്കുമ്പോ എഴുത്തിൽ എഴുതാം പറയൻ, അല്ലെങ്കിൽ പാളൻ, പിന്നെ പൊലയൻ, ചെറുമൻ എന്നൊക്കെ എഴുതാം. പക്ഷെ നാവുകൊണ്ട് പറയാൻ പാടില്ല. പറഞ്ഞ ജാതിപ്പേര് വിളിച്ചാണ്ട് ഇവൻ എന്നെ മാനം കെടുത്തിയെന്നാണ് പിന്നെ തിരുവനന്തപുരത്ത് പോകണം. നമ്മളൊക്കെ തലയില്ലാത്ത ഒരു നിയമം ഉണ്ടാക്കിയാൽ അങ്ങനെ തന്നെയല്ലേ. എഴുതാവുന്ന പറയുന്നതിനെന്താ കുഴപ്പം?
അപ്പൊ ഞങ്ങൾ എഴുതാനും പാടില്ല എന്ന് പറയട്ടെ. എഴുതി വെച്ചതൊന്ന് വായിക്കുമ്പോ എങ്ങനെ വായിക്കുക? ഇദ്ദേഹത്തിന്റെ പേര് ചാത്തനെന്നാകുന്നു, അദ്ദേഹത്തിന്റെ ജാതിപ്പേര് പറയാൻ പാടില്ലല്ലോ, വായിച്ചു കൊടുക്കാൻ പറ്റും. ഓരോരോ പൊട്ടന്മാര് കുറെ നിയമങ്ങൾ ഉണ്ടാക്കി വിട്ടിട്ട് ആ നിയമങ്ങളൊക്കെ പിൻപറ്റേണ്ട ഗതികേട് മനുഷ്യർക്ക് ഉണ്ടായിപ്പോയല്ലോ. ആലോചിച്ചു നോക്കുക. അതല്ലല്ലോ നമ്മളെ വിഷയം. ആ വിഭാഗത്തിൽപ്പെട്ടവരാണല്ലോ നോഹേ നിന്റെ കൂടെ, അവരെയൊക്കെ ഒന്ന് പുറത്താക്കുന്ന ഞങ്ങളും വരാം. അവരെയൊക്കെ ഒന്ന് പുറത്താക്കുക. എന്താ നിങ്ങളിനോട് പറയുന്നത്? മുമ്പ് ചോദിക്കുക, എന്താ കളിന്ന്? അള്ളാഹു ഈ ഭൂലോകത്തേക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് നിങ്ങളൊക്കെ വന്നതുപോലെ തന്നെ വന്നവരാണല്ലോ അവര്. പിന്നെ ഈ വിവേചനം നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി? ഇത് അന്ന് മുതൽ ഏത് കാലമാണ് നമുക്കറിയില്ല. സമൂഹത്തിൽ നിലനിന്നിരുന്ന ഉച്ചനീചത്വം അള്ളാഹുവിന്റെ അംബിയാ മുർസലുകൾ എടുത്തു കളഞ്ഞുകൊണ്ട് തന്നെ പോന്നു. പക്ഷേ അംബിയാ മുർസലുകളുടെ കാലം കഴിഞ്ഞപ്പോൾ അവരുടെ പിൻഗാമികളെന്ന് അവകാശപ്പെടുന്നവർ രാജാക്കന്മാരായി മാറി. രാജാക്കന്മാർ വഴിതെറ്റിയപ്പോൾ ആ പണ്ട് നിലനിന്നിരുന്ന പ്രവാചകന്മാരുടെ കാലത്തിന് മുമ്പ് നിലനിന്നിരുന്ന ആ അനാചാരങ്ങളിലെല്ലാം ഇവിടെ ആവശ്യമായി വന്നു. അതുകൊണ്ട് സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ അടിത്തറയായ സദാചാരം, അതായത് ഉച്ചനീചത്വം ഇല്ലാതിരിക്കുക, സമത്വം, അതേപോലെ നീതി, ഇതൊക്കെയാണല്ലോ ഒരു സമൂഹത്തെ നിലനിർത്തുന്നത്. ആ സമൂഹത്തെ നിലനിർത്തുന്ന ഈ നല്ല കാര്യങ്ങൾ, ആ നല്ല കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അവഗണിച്ചു. ഇനി ഖുർആൻ ഇവിടെ പറഞ്ഞത് നോക്കൂ നിങ്ങൾ, അയൽവാസികളെ കുറിച്ച്. അയൽവാസികളില്ലാത്ത ഏതെങ്കിലും ഒരു മനുഷ്യണ്ടാവും? നമ്മളെല്ലാവരും അയലോക്കക്കാരല്ലേ? എല്ലാവർക്കും അയലോക്കക്കാരില്ലേ? അയൽവാസികൾ ബന്ധുക്കളാവാം, കുടുംബങ്ങളാവാം, അന്യരാകാം. അയലത്ത് ഒരു വീട്ടിൽ താമസിക്കുന്നവൻ അയാളാണ് ആദ്യത്തെ അയൽവാസി. അയലത്ത് ഒരു നാട്ടിൽ താമസിക്കുന്നവൻ അവനാണ് നാടിന്റെ അയൽവാസി. അയൽ നാട്ടിൽ താമസിക്കുന്നവർ, അയൽ ജില്ലയിൽ താമസിക്കുന്നവർ, അങ്ങനെ അങ്ങോട്ട് അയൽ രാഷ്ട്രങ്ങളിൽ താമസിക്കുന്നവർ, അയൽ വീട്, അയൽ നാട്, അവിടെ അയൽ സ്റ്റേറ്റ്, അവിടുന്ന് അങ്ങോട്ടപ്പുറം. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും അയലോക്കക്കാര് എന്നതിൽ പടച്ച തമ്പുരാൻ ഇങ്ങനെ കൂട്ടി ബന്ധിപ്പിച്ചു. നമ്മുടെ അടുത്ത നാട് നമ്മുടെ അയൽവാസികളാണ്. നമ്മുടെ അടുത്ത രാഷ്ട്രം നമ്മുടെ അയൽ രാഷ്ട്രമാണ്. അയൽ രാഷ്ട്രം ശത്രുവാകാൻ പാടില്ലല്ലോ, മിത്രമാകണ്ടേ. അങ്ങോട്ടും ഇങ്ങോട്ടും മിത്രങ്ങളാകണ്ടേ. എന്റെ അയൽവാസി എന്റെ ശത്രുവാകാൻ പാടില്ലല്ലോ. എന്റെ അയൽവാസിയുടെ ശത്രു ഞാൻ ആകാൻ പാടില്ലല്ലോ. അവൻ എന്നെ പേടിക്കുന്നവനാകാൻ പാടില്ല, ഞാൻ അവനെയും പേടിക്കേണ്ടി വരാതിരിക്കണം. അതല്ലേ ഇസ്ലാമിന്റെ അടിത്തറ. വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്. എന്തിനാണ് അള്ളാഹു അങ്ങനെ പറഞ്ഞത്? ഒരുപാട് കാലം ചിന്തിച്ച ഒരു പ്രയോഗമാണത്. നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ? പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു പ്രയോഗം ഒരുപാട് കാലം, വർഷങ്ങളോളം ചിന്തിക്കേണ്ടി വന്നുപോയി. എന്നിട്ട് മനസ്സിലായിട്ടില്ല വേണ്ടവർ. പെട്ടെന്ന് മനസ്സിലാവില്ലല്ലോ, നിങ്ങൾക്കറിയാമല്ലോ. ഖുർആൻ അങ്ങനെ വേഗം മനസ്സിലാവില്ലല്ലോ, അള്ളാന്റെ. എന്നാലും അള്ള പറഞ്ഞല്ലോ, ഒൽ ജാരിൽ ഖുർബ, നിന്റെ കുടുംബത്തിൽപ്പെട്ട നിന്റെ അയൽവാസി, ഒൽ ജാരിൽ ജുനുബി, അന്യരായ അയൽവാസികൾ. കുടുംബബന്ധമില്ലാത്തവർ എന്ന് മനസ്സിലാക്കുക. കുടുംബബന്ധമില്ലാത്തവർ, ഏറ്റവും അടുത്ത നിന്റെ അയൽവാസി, അകന്നു നിൽക്കുന്ന നിന്റെ അയൽവാസി ജുനുബ്. കുടുംബം എന്നതാണ് മാറ്റിയിട്ട് അടുത്ത എന്ന് പറഞ്ഞു നോക്കൂ. ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. അകന്നു നിൽക്കുന്ന നിന്റെ അയൽവാസി, അല്ലയോ ഇന്ത്യക്കാരാ, നിന്റെ അകന്നു നിൽക്കുന്ന അയൽവാസിയാണ് പിന്നെ സിലോൺകാരൻ, ശ്രീലങ്കക്കാരൻ. നിന്റെ അകന്നു നിൽക്കുന്ന അയൽവാസിയാണ് ബംഗ്ലാദേശുകാരൻ.
നിന്റെ അയൽ നിൽക്കുന്ന അവകാശിയാണ്, അയൽവാസിയാണ് പാകിസ്ഥാൻകാരൻ. ആ മനസ്സുണ്ടോ ഇന്ത്യക്കാരന്? അല്ലയോ പാകിസ്ഥാൻകാരനായ, പാകിസ്ഥാൻ പൗരനായ ഒരു വ്യക്തി, നിന്റെ അയൽവാസിയാണ് ഇന്ത്യക്കാരൻ, അകന്നു നിൽക്കുന്ന നിന്റെ അകലുള്ള അയൽവാസി. അയൽവക്ക ബന്ധം ഒബിൽ വാലിദൈനി ഇഹ്സാന വൽ ജാരിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്. മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്തു കൊടുക്കണം, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം, നിന്റെ അയൽ രാജ്യത്തുള്ള ജനങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കണം, നിന്റെ അയൽ രാഷ്ട്രത്തോട് നല്ല നിലയിൽ വർത്തിക്കണം. 1500 കൊല്ലം മുമ്പ് സാമൂഹ്യ ജീവിതത്തിലെ സംസ്കാരവും സദാചാരവും പഠിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറയുന്നു. 1500 കൊല്ലം മുമ്പ് ഈ ലോകത്തെ പഠിപ്പിക്കുക. ഈ ഒരൊറ്റ പാഠം അള്ളാഹുവിന്റെ സൂറത്തു നിസായിലെ ഈ ഒരൊറ്റ അധ്യായം, ഒരൊറ്റ ആയത്ത്, 34-ാമത്തെ ഒരായത്ത്, 36-ാമത്തെ ഒരൊറ്റ ആയത്ത് ഈ ഭൂലോകത്തെ ഭരണാധികാരികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇവിടെ ആറ്റം ബോംബും ഹൈഡ്രജൻ ബോംബും അതേപോലെ വെടിവെച്ചു കൊല്ലാനുള്ള തോക്കും കുന്തവും റോക്കറ്റും മണ്ണാങ്കട്ടയും ഒക്കെ ഉണ്ടാക്കേണ്ട ഗതികൾ ഉണ്ടാകുമായിരുന്നു. ഒരു രാഷ്ട്രത്തിന്റെ വരുമാനത്തിന്റെ എത്ര ശതമാനമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പകുതിയിലേറെ ആ രാഷ്ട്രത്തിന്റെ എന്തെന്നാണ് പ്രതിരോധത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ആരോട് പ്രതിരോധം? ആരെ പ്രതിരോധിക്കാൻ? ഉപരോധത്തിനല്ല, പ്രതിരോധത്തിന്. അറ്റാക്കിനല്ല, ഡിഫൻസ്. അറ്റാക്കാരും ചെയ്യില്ലെങ്കിൽ പിന്നെന്ത് ഡിഫൻസ് ആഭിമാനം? അപ്പൊ എല്ലാരും പേര് പറയാം, ഡിഫൻസ്. പേര് നന്നാക്കുമല്ലോ, അങ്ങനെയാണല്ലോ. മോശപ്പെട്ട കാര്യം പോലും പേര് നന്നാക്കിയിട്ടാണല്ലോ നമ്മൾ ചെലവാക്കല്. എന്നതുപോലെ ഡിഫൻസ് ഫോഴ്സ്. എന്നെ ചെവി മുളച്ചിട്ട് ഇതുവരെ ഞാൻ ഒരു അറ്റാക്ക് ഫോഴ്സ് കേട്ടിട്ടില്ല ഒരു രാഷ്ട്രത്തിലും. അമേരിക്കയും പറയുന്ന ഡിഫൻസ് ഫോഴ്സ്, ഇന്ത്യയും പറയുന്ന ഡിഫൻസ് ഫോഴ്സ്, പാകിസ്ഥാനും പറയുന്ന ഡിഫൻസ് ഫോഴ്സ്. ഇവിടെ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യില്ലെങ്കിൽ പിന്നെന്തിനാ ഡിഫൻസ്? നീ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യില്ലെങ്കിൽ അവനെന്തിനാ ഡിഫൻസ്? ഡിഫൻഡ് ചെയ്യേണ്ടതില്ല. പക്ഷേ പേര് നന്നാക്കി മോശപ്പെട്ട കാര്യങ്ങൾ ചിലവാക്കി ശീലിച്ചിട്ടുള്ള മനുഷ്യർ അപ്പനെ ഇപ്പോഴും ചെയ്യുന്നത് അയലോകക്കാരായിട്ടൊന്ന് കണ്ടു നോക്കൂ. അയലോകക്കാരായി കണ്ടു നോക്കിയാൽ ഇന്ത്യ രാജ്യത്തുള്ള വിഭവങ്ങളുടെ വരുമാനത്തിന്റെ 50% മനുഷ്യനെ കൊല്ലാൻ നിലവിലുള്ള മനുഷ്യൻ ഉയർത്തി വളർത്തിയെടുത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ അടിച്ചു തകർക്കാൻ ഉപയോഗിക്കേണ്ടി വരില്ലല്ലോ. 100 രൂപ ഈ നാട്ടിൽ നമ്മുടേത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ 100 രൂപ ഈ നാട്ടിൽ ജീവിക്കുന്ന മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും ഉപയോഗിച്ചുകൂടെ? ആയില്ലല്ലോ. ഒബിൽ വാലിദൈനി ഇഹ്സാന. മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കണം. വൽ ജാരിൽ ഖുർബ വൽ ജാരിൽ ജുനുബ്. നിന്റെ അടുത്ത അയൽവാസികളോട്, അടുത്ത അയലോക്കക്കാരോട്, അകന്നു നിൽക്കുന്ന അകലെയുള്ള അയലോക്കക്കാരോട്, മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുന്നത് പോലെ നീ വർത്തിക്കണം. അനാഥകളോട് വർത്തിക്കുന്നത് പോലെ, അഗതികളോട് വർത്തിക്കുന്നത് പോലെ, ആരുമോരുമില്ലാതെ കഷ്ടപ്പെടുന്നവരോട് നല്ല നിലയിൽ വർത്തിക്കുന്നത് പോലെ നിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ അകലത്തുള്ള അയൽവാസികളോട് വർത്തിക്കണമെന്ന് 1500 കൊല്ലം മുമ്പ് ഈ ലോകത്തെ മനുഷ്യരെ സംസ്കാരം പഠിപ്പിച്ച പടച്ച തമ്പുരാന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് ഒരു തുണ്ട് ഭൂമി ഭരിക്കാൻ ഈ ലോകത്താരെങ്കിലും തയ്യാറായിരുന്നുവെങ്കിൽ പേടിക്കേണ്ടി വരുമായിരുന്നോ? ചെലവാക്കേണ്ടി വരുമായിരുന്നു. ഭൂഗോളത്തിന്റെ 2/3 ഭാഗം സ്വാധീനിച്ചെടുത്ത മഹാന്മാരായ ഖിലാഫത്തുർ റാഷിദ ഖലീഫമാർ, അവർക്കൊരു പ്രത്യേക ഡിഫൻസ് ഫോഴ്സ് ഉണ്ടായിരുന്നില്ലല്ലോ. അറ്റാക്ക് ചെയ്യാനൊരു ഫോഴ്സ് ഉണ്ടായിരുന്നില്ല. എവിടെന്നെങ്കിലും ഭീഷണി ഉണ്ടാകുമ്പോൾ മോമിനീങ്ങളോട് പറയും, വരിക, നമുക്ക് പോകാം, ഖിത്താലിന് പോകാം. പോവുകയാണ് അവരെല്ലാവരും കൂടിയാണ് പോവുകയാണ്. എല്ലാവർക്കും അറിയാം ഇത്.
അന്നത്രയിലുള്ളൂ സാമഗ്രികൾ. എല്ലാവർക്കും യുദ്ധപരിശീലനം ഉണ്ടായിരുന്നു. അത് ആവശ്യമാണ് കേട്ടോ, എല്ലാ രാഷ്ട്രവും ചെയ്യേണ്ടത്. ആവശ്യമായ 2 കൊല്ലെങ്കിലും സൈനിക പരിശീലനം വളരെ ആവശ്യമാണ്. അതുകൊണ്ട് വിളിക്കും, ഖലീഫയുടെ ഭാഗത്തുനിന്ന് വിളി വന്നു. രാഷ്ട്രം വിളിച്ചു പറഞ്ഞു, അതാ റോം സാമ്രാജ്യം അല്ലെങ്കിൽ പേർഷ്യൻ സാമ്രാജ്യം അറ്റാക്ക് ചെയ്യാൻ ഒരുങ്ങുന്നു. എല്ലാവരും കൂടി പോയി. ചരിത്രത്തിലെ ലോകത്തെ കിടിലം കൊള്ളിച്ച യർമൂക്ക് യുദ്ധവും അതേപോലെ ഖാദിസിയ യുദ്ധവുമൊക്കെ നമ്മളെ കാക്കിട്ട പട്ടാളക്കാരെ നടത്തിയ യുദ്ധമായിരുന്നില്ല. അതിന് നേതൃത്വം നൽകിയിരുന്നത് ഖാലിദ് ഇബ്നു വലീദ്. ഖാലിദ് ഇബ്നു വലീദിന്റെ അഭാവത്തിൽ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്. ആരാണവർ? ഒന്നാം തരം സൂഫി വര്യന്മാരായ പാതിരാവിലെ പുരോഹിതന്മാർ. പടച്ച തമ്പുരാന്റെ മുമ്പിൽ സാഷ്ടാംഗം ചെയ്തുകൊണ്ട് സുജൂദ് ചെയ്തുകൊണ്ട് കണ്ണുനീർ മാർത്ത് പാതിരാവിൽ ഉറക്കമൊഴിച്ചിരുന്ന പില്ലൈലി റുഹ്ബാൻ വഫിന്നഹാരി ഫുർസാൻ. പകലിൽ അവർ അശ്വാരൂഢന്മാരായ പടയാളികളായിരുന്നു. ആരും ശമ്പളം കൊടുത്തിട്ട് പട്ടാളക്കാരെ കാക്കിയിട്ടുകൊണ്ടും മറ്റേ കുപ്പായിട്ടുകൊണ്ടും നിലനിർത്തിയില്ല. അത് നിലനിർത്തി രാജാധിപത്യം വന്നപ്പോൾ പിന്നെ അത് വേണ്ടി വന്നു അമീർ മുആവിയക്ക്, വേണ്ടി വന്നു യസീദിന്, വേണ്ടി വന്നു വലീദിന്, മർവാന്, അബ്ദുൽ മലിക്കിന്. അവർക്ക് പട്ടാളം, ശമ്പളം കൊടുക്കുന്ന പട്ടാളം വേണ്ടി വന്നു. കാരണം അവരുടെ പണി അതാ, മറ്റുള്ളവരെ കടന്നാക്കുക, രാജ്യം വലുതാക്കുക. മറ്റവർക്ക് അതിന്റെ ആവശ്യം തരുന്നില്ല. മറ്റവർ പറഞ്ഞ നിങ്ങളുടെ രാജ്യം നിങ്ങൾ ഭരിച്ചോ, പക്ഷേ ഭരിക്കുന്നത് ഇങ്ങനെ ആവണം. പടച്ച തമ്പുരാന്റെ അടിമകളെ അവന്റെ പടച്ചവന്റെ മാത്രം അടിമകളായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ട് നിങ്ങൾ ഭരിച്ചോളൂ. വേണ്ട, നിങ്ങളുടെ വിഭവങ്ങൾ ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ നാട് ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ നാടിന്റെ ആധിപത്യവും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ സമ്പത്തും ഞങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ വന്നത് പടച്ച തമ്പുരാന്റെ അടിമത്വം, നിങ്ങളുടെ അടിമത്വത്തിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിച്ച് പടച്ച തമ്പുരാന്റെ അടിമകളായി ജീവിക്കാൻ, നിങ്ങൾക്കും അവർക്കും ഒരുപോലെ ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം, അതിനുവേണ്ടി വന്നതാണ് ഞങ്ങൾ. അതാണ് ഇസ്ലാം, അതാണ് അള്ളാഹുവിന്റെ ദീൻ. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം. വൽ ജാരിദിൽ ഖുർബ വൽ ജാരിൽ ജുനൂബ്, നിന്റെ അടുത്തുള്ള നിന്റെ അയൽവക്കക്കാരോട്, നിന്റെ നാട്ടിലെ അയൽവാസികളോട്, അന്യനാടുകളിലെ നിന്റെ അയൽവാസികളോട്, നിന്നെ പെറ്റുപോറ്റിയ ഉമ്മയോട് നീ എപ്രകാരം നന്മ ചെയ്യുവാൻ ബാധ്യസ്ഥനാണോ അതേപോലെ നന്മ ചെയ്യുവാൻ ബാധ്യസ്ഥനാണ് എന്ന ബോധവൽക്കരണം നടത്തിയ ഒരു സംസ്കാരത്തെ സൃഷ്ടിച്ചെടുത്ത, ലോകത്തിന് സംഭാവന ചെയ്ത മഹത്തായ ഖുർആൻ രാജാക്കന്മാരുടെ കൈകളിലൂടെ കടന്നുവന്ന് ചിത്തയായിപ്പോയല്ലോ നമ്മുടെ മനസ്സുകളിൽ. പഠിച്ചവനോട് പറയല്ലാതെ നമ്മൾ എന്താ ചെയ്യുക? അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവേ, ഈ അവസ്ഥക്ക് നീ ഒരു മാറ്റം നൽകണം, ഞങ്ങളെ മാറ്റിയെടുക്കണമേ, ഞങ്ങളുടെ അവസ്ഥകളും മാറ്റിയെടുക്കണമേ. നമുക്ക് അള്ളാഹുവിനോട് പറയാം. അതേപോലെ അള്ളാഹുവിനോട് പറയാം, പഠിച്ചവനെ, വെള്ളം കിട്ടാതെ മഴ കിട്ടാതെ നമ്മൾ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നീ മഴ തന്ന് ഞങ്ങളെ ദാഹം തീർക്കണേ എന്നും പറയാം. അള്ളാഹു സ്വീകരിക്കുമെങ്കിൽ. പക്ഷെ ഞാനൊന്നും പറഞ്ഞാൽ സ്വീകരിക്കും തോന്നുന്നില്ല. പറയാനുള്ള അർഹത ആദ്യം നേടണ്ടേ. നിങ്ങളെല്ലാവരോടും പറയും, ഞാനും പറയാം, നിങ്ങളിൽ ആരുടെയെങ്കിലും ദ്വാര സ്വീകരിച്ചോളൂ. അള്ളാഹു അങ്ങനെ ചോദിച്ചവർക്ക് കൊടുക്കലുമുണ്ട്. അള്ളാഹു നമ്മെ ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. വാഹിർ ദുആ.